ഹായ്, ഞാനിപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് ലേറ്റായി ഇപ്പോൾ ഇറങ്ങാൻ. പിന്നെ ഓഫീസിലൊക്കെ എത്തി കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിരിക്കുക കേട്ടോ. ഇന്നും നമുക്ക് KFCയിൽ പോകാണ്ട്. KFC ഞാൻ പറഞ്ഞല്ലോ, കേരള ഫിനാൻസിൽ. അവിടെ ഒരു അന്ന് വാങ്ങിയ സാധനം അതല്ലേ ഇന്ന് വേണ്ട, അതിൻ്റെ വേറൊരു സാധനം വേണ്ട. അപ്പോൾ അത് ഇന്ന് വന്നാൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ നാളത്തെ പോലെ പോസ്റ്റ് ആവുമോ എന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കണം. ഒരു ലഞ്ച് ബ്രേക്കിൻ്റെ ഒക്കെ കുറച്ച് മുന്നായിട്ട് എത്തിക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കൊന്ന് അവിടെ എത്തണം. ഇന്നലെ ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എങ്ങനെയായാലും ആഴ്ചയിൽ 2 പ്രാവശ്യം കറണ്ട് പോകും. 2 പ്രാവശ്യം പോവുക മീൻസ് സാധാ പോലെയല്ല, രാവിലെ പോയിട്ട് വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ അത്രയും സമയം നമ്മുടെ പണികളൊന്നും നടക്കില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എന്ന് വെച്ചാൽ ഇന്നലെ എന്താ വെച്ചാൽ ട്രാൻസ്ഫോമർ അടിച്ചു വരാം, അങ്ങനെ എന്തുവാണ് അവർ പറഞ്ഞത്. അപ്പോൾ രാവിലെ പോവും, പിന്നെ വൈകുന്നേരമാണ് വരിക. അതുവരെ നമുക്കുള്ള പണിയൊന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ എൻ്റെ ഫോണിൽ ചാർജില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ചാർജ് ഇടാന്നൊക്കെ മൈൻഡ് സെറ്റാക്കി വന്നത് തന്നെ. പക്ഷേ ചാർജ് ഇല്ലാത്ത എന്താ പറയുക, കറണ്ട് ഇല്ലാത്ത കാരണം ചാർജ് ഇടാനും പറ്റിയില്ല. പിന്നെ എന്താ വെച്ചാൽ വീട്ടിൽ ഞാൻ നല്ലപോലെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് നന്നായിട്ട് വിശക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട്, അത്യാവശ്യം ഒരു ലോങ് ആയതുകൊണ്ട് ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം KFC പോകാൻ. കാരണം KFC പോകാൻ എന്തായാലും പോസ്റ്റ് ആവും എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് അവിടെ പോയിട്ട് കുറച്ച് നേരം പോസ്റ്റ് ചെയ്ത് നിൽക്കാം. ഇന്ന് പ്രിൻ്റ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ നേരത്തെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടോ. ഇനി ഇന്നലത്തെ പോലെ ഇനി കറണ്ട് പോകില്ലെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം പ്രിൻ്റ് ചെയ്യാനുള്ളത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രെയിം ആക്കിയിട്ട് പാക്ക് ചെയ്ത് അയക്കാൻ മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പോൾ ഇതിലേക്ക് വന്ന സാധനം റെഡി ആയിട്ട് ഇപ്പോഴാണ് കിട്ടിയത്. കുറച്ചേരം അവിടെ പോസ്റ്റ് ചെയ്ത്, കാരണം ഓൾറെഡി ലഞ്ച് ബ്രേക്കിനാണല്ലോ പോയത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് സാധനം കിട്ടിയിട്ടു. ഇപ്പോൾ സമയം കുറച്ച് വൈകുന്നേരം ആയി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എവിടുന്നേലും ഒന്ന് ഫുഡ് വാങ്ങണം, ഒന്ന് നോക്കട്ടെ എവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിയിട്ടോ. അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫുഡ് വാങ്ങി നമുക്ക് ഫുഡ് കഴിക്കണം. അത് എനിക്ക് കുറച്ചുകൂടെ പാക്ക് ചെയ്യണം. ഞാൻ ബിരിയാണിയാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ രാവിലെ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു, പക്ഷേ കഴിക്കാനൊരു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ എപ്പോഴാണ് കഴിക്കുന്നത്. ഈ ക്ലിയർ കവർ ഉണ്ട്, അതിലേക്കാണ് എന്നിട്ട് അത് ഇത് ക്ലിയർ കവറിലേക്ക് ഇട്ട ശേഷമാണ് കേട്ടോ അത് പാക്ക് ചെയ്യാം. അപ്പോൾ പൊടിയൊന്നും കയറാണ്ടൊക്കെ വേണ്ടിയിട്ട്. തെർമോക്കോൾ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യാം. അപ്പോൾ തെർമോക്കോൾ ആ ഫ്രെയിമിൻ്റെ സൈസ് ഇങ്ങനെ ഏകദേശം ഒരു അളവ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക ചെയ്യാം. 6 മണിയൊക്കെ ആയി, 6:15 ആയിട്ടോ. എന്നുവെച്ചാൽ ഇവിടെ 2 സൈഡിലും റാക്ക് വെച്ചതുകൊണ്ട് വെളിച്ചമില്ല. അപ്പം കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ലൈറ്റ് ഇട്ട് വെച്ചതാണ്. പിന്നെ ചെന്ന് കുറച്ച് പോകാനൊക്കെ ഉണ്ടായില്ലോ. അപ്പോൾ പോയി വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായിപ്പോയി. അതാ ഇതിങ്ങനെയാണ് കേട്ടോ പാക്ക് ചെയ്താലുണ്ടാവുക. ഇനി ഇത് ഈ കൊറിയർ ബാഗിലേക്ക് ഇടണം. ഇവിടെ പുറത്ത് അത്ര ഇരുടില്ല കേട്ടോ. ഇവിടെ അകത്തേക്ക് പിന്നെ കേട്ടണൊക്കെ വന്നുകൊണ്ട് അത്ര വെളിച്ചമില്ല കേട്ടോ. പുറത്തൊക്കെ അങ്ങനെ ഇരുടായിട്ടില്ല. അപ്പം ഇതിങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യാനിൻ്റെ സൈഡിലും ഇതിൻ്റെ ഒരു 4 സൈഡിലും പീസ് തെർമോക്കോളും കൂടെ വെച്ചത്. എന്നിട്ട് അത് ചെയ്യുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യാം. ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കേട്ടോ ഉണ്ടാവും. അതിപ്പോൾ 4 ഉള്ള ഒരു ഫ്രെയിമിൻ്റെ സെറ്റാട്ടോ. അതിൽ 3 A4 ഒരു A5 ആണ്. ഇനി ഇതിൻ്റെ മുകളിൽ അഡ്രസ്സ് ഒട്ടിക്കണം. അപ്പം ഇന്നത്തെ പണി കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ കൊറിയർ അയച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം വരുന്നത് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെയാണ്.